സ്വതന്ത്രം. പാമ്പിന്റെ വായിൽ ഒരു തവള ഇരിക്കുക. അപ്പോൾ അതിനെക്കൂടെ ഒരു ശലഭം പോയി. പാമ്പിന്റെ വായിൽ ഇരുന്നോണ്ട് ഇവൻ നാക്ക് നീട്ടി എന്തിനെ പിടിക്കാൻ. സത്യത്തിൽ ഇന്നത്തെ ആത്മീയ ലോകം ഇങ്ങനെ കസേര ഇരിക്കുന്ന പാമ്പിന്റെ വായിലാണെങ്കിലും കസേരന്ന് പിടിപെടത്തില്ല. അതിനുള്ള അടിയ. പാവപ്പെട്ട ദൈവദാസന്മാർ മുണ്ടുമുറുക്കി ഉടുത്ത് പട്ടിണി കിടന്ന് കുട്ടിന്മേൽ നിന്ന് കരഞ്ഞ് ആത്മാക്കളെ നേടി ഉയർത്തിയ പ്രസ്ഥാനമായത്. നീ എല്ലാം കൂടി ഒന്ന് നശിപ്പിക്കരുത്. എന്റെ ഇടം ഉണ്ട്, സ്വോത്രം പറഞ്ഞാൽ മതി. പേടിയുണ്ടോ? ഇരിക്കുന്ന അഭിഷേകം ഉപവസിച്ചു പ്രാർത്ഥിച്ചു, പട്ടിണി കിടന്നു. എത്ര പൂർവ്വപിതാക്കന്മാർ പട്ടിണി കിടന്നു, മക്കളെ പഠിപ്പിക്കാൻ കഴിയാതെ. അല്ലേ ഇവിടെ നിൽക്കുമ്പോ പലതും പറയാൻ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉയർത്തിയൊരു പ്രസ്ഥാനത്തെ കസേരയുടെ പേടി, ഗ്രൂപ്പിസത്തിന്റെ പേരിൽ നാണം കേടുവരുത്തി ദൈവദാസന്മാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. ഉയരത്തിൽ ഒരുവനുണ്ടെന്ന് മറക്കരുത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. അത് നമ്മിൽ തുടങ്ങിയാൽ ഭക്തന്റെയും ഭാവിയുടെ ഗതി എന്തായി തീരും? കയ്യൊന്നടിച്ച് ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചേ.